മദ്യപിക്കുന്ന രീതിയെ പറ്റി എപ്പോഴും കാണുമ്പോഴൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആളുകളോട് പറയുകയും പ്യാരിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള പ്യാരിയുടെ തന്നെ ഭാര്യയായിട്ടുള്ള മണ്ടോദരിക്ക് നമ്മുടെ ബിവറേജിൽ ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. നമ്മളെ തറവാട്ടിലാണ് ജോലി കിട്ടിയത്. തറവാട്ടിലാണ് ജോലി കിട്ടിയത്. ഞാൻ ഈ ജീവിതകാലം മുഴുവൻ കുടിക്കാൻ വേണ്ടി സർക്കാരിന് കൊടുത്ത പൈസ മാസം മാസം ശമ്പളമായിട്ട് എന്റെ കുടുംബത്തോട്ട് വരും. അപ്പൊ നമ്മുടെ ഈ കുടി നമുക്ക് വേണ്ടി പണിയെടുക്കും. എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ ഓഫാവരുത്. നീ ഇതെന്താ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലെ ആ മോർഫിസ് എന്തോരം കാലിക്കുപ്പിയാ വീട്ടിൽ കിടക്കണം. നീ ആ വെള്ളം ഒഴിച്ചിട്ട് മണിപ്ലാന്റ് നടുവില്ലേ ഉരുണ്ട കുപ്പി മോളിലടി എന്റെ വില കളയുമല്ലേ അത് തന്നെ പഠിച്ചത്. എടാ ഓക്ക് പഠിപ്പുണ്ട്, അതുകൊണ്ടാണ് ഓൾക്ക് ജോലി കിട്ടിയത്. ഈ 10ാം ക്ലാസ് ജയിക്കാത്ത ഓൾക്ക് എങ്ങനെ ജോലി കിട്ടുക? ഓള PSC പരീക്ഷ പാസ്സാക്കിക്കും, ബീവറേജ് കൗണ്ട് ഇരുത്തും. ഞാൻ പോയി എന്റെ ആവശ്യത്തിന് കുടിച്ച് ആടെ കിടക്കും. അല്ലടേ അവിടെ അടുത്ത അതെ എന്റെ പൊണ്ണു കൂടെ പുറപ്പെടേ. ഹലോ സുഖമില്ലാത്ത ഒരാളിനെ ഒന്ന് സജനിക്ക് പാടില്ലാത്ത ഒരാളാണ്. പറയട്ടെ, പാടില്ലാത്ത ഒരാളായോണ്ടല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പൊതുസമൂഹത്തില് അച്ചടക്കത്തിന് മര്യാദക്ക് ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിക്കണം നമ്മളെയൊക്കെയാണ്. ആ വില കളയല്ലേ. അത് ചർച്ച പിന്നെ ഒന്ന് സഹകരിക്കും. വയ്യാണ്ടാണ് ചേട്ടാ, അതെന്താണ് വയ്യാണ്ട സുഖമില്ലാത്ത ഒരാളാണ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാവില്ല. എന്താണ് സുഖമില്ലാത്ത ആളാണ്. അത് ആശുപത്രി ഉണ്ടോ? ഇവിടെ അതല്ല, ഇത് അടിക്കാത്തോണ്ട് വേറെ വന്നതാണ്. എന്താ സാധനം എന്താണ്? ഇതുപോലത്തെ ഒരു നല്ല സാധനം തന്നാ മതി. അല്ല, ആ പച്ചക്കുപ്പിയില്ലേ ഇതേണ്ടിരിക്കുന്ന അത്, അതുപോലത്തെ സാധനം അത് മതി. ഗ്രീൻ. അതെ അതെ. ചേട്ടന് ഒരു അസുഖമൊന്നുമില്ല? ആ ചേട്ടന് അസുഖം ഉണ്ട്, പക്ഷെ ഇപ്പൊ മാറും. കാരണം നിങ്ങൾ വീട്ടിൽ ഒന്നല്ല, ഇപ്പൊ മാറും. ബില്ല് മേടിച്ചോ? മാറിക്കട്ടെ, അടുത്ത ആള് മേടിക്കട്ടെ. പിടിച്ചോ മാറിക്കേട്ടാ. സൂക്ഷിച്ചെടുക്കണേ. അടുത്ത ഏതാ സംഭവം? എന്താ വേണ്ട അവിടെ? ഹലോ, എന്താണ് പേപ്പർ ഒന്നുമില്ല? ഏത് പേപ്പറല്ലേ? പേപ്പറിൽ പടം ഒന്നും വരണ്ടല്ലോ. ഓരോരോ നരമ്പരുള്ള ഉത്സവം. കുഴപ്പമില്ല. ഏതാണ്ട് ഏതാണ്? മാജിക് മൂൺസ്. അതില്ലേ അടിച്ചാൽ നിന്നോ, കുഴപ്പമില്ല. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. റെഡ് ലേബിള്. ജവാൻ സ്റ്റോക്ക് തീർന്നു കേട്ടോ. വേറെ ഏതാ? എന്നാ വയ്യാത്തോണ്ട് ഞാനിവിടെ നിന്ന് അറിയോ മൂത്ത് കഴിക്കാൻ പോയേ. ഇവിടെ ഇരിക്കുന്ന ആറവതാരി ഒന്നും വേണ്ടല്ലോ. ജവാൻ ഹണീബി ബ്രാൻഡി, ജവാൻ ഹണീബി ബ്രാൻഡി, നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി, ജവാൻ ഹണീബി ബ്രാൻഡി, നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി, എവരിഡേ ഗോൾഡ്. എല്ലാത്തിലും ഗോൾഡും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പോകും. നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി, എവരിഡേ ഗോൾഡ്. ഓൾഡ് മങ്ക്, നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി, ഓൾഡ് മങ്ക്, എവരിഡേ ഗോൾഡ്. നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി, ഓൾഡ് മങ്ക്, എവരിഡേ ഗോൾഡ്. സ്മിർനോഫ് വോഡ്ക, MH സ്മിർനോഫ് വോഡ്ക, ഉണ്ടോ? എന്താ സംഭവം? എന്ത് പഠിക്കുന്നു? എന്ത് പഠിക്കാൻ? അത് അവിടെ ഈ കുപ്പിയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്തുട്ടാ പഠിക്കാനുള്ള കാര്യേട്ടൻ പറഞ്ഞു തരൂല്ലേ? അതെല്ലാം എനിക്കറിയാം. ചില സാധനങ്ങള്
പൈന്റ് കിട്ടൂല, ഫുള്ള് മാത്രം ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള്. അപ്പൊ ഇവന്മാര് വന്നിട്ട് ഒരു പൈന്റ് എന്ന് പറയുമ്പോ പൈന്റ് ഇല്ല ഫുള്ള് ഉള്ളൂ എന്ന് നല്ല ഗംഭീരമായിട്ട് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അല്ലാതെ തെറ്റിപ്പോവും, അതാണ്. തെറ്റിനെന്തിനാണ്? ഇപ്പൊ ഇത് കണ്ട MC എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് വിവരമില്ല നിനക്കൊക്കെ. ഇത് കുടി എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല, പഠിക്കാനുണ്ടേ. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മറ്റേ സാധനം എന്തിയേ? സാധനം മനസ്സിലായില്ല എനക്ക്. ഞാൻ വാട്സാപ്പിൽ ഇട്ട് തന്നില്ലേ രാഘവേട്ടന് കൊടുക്കാന്ന് പറഞ്ഞത്? അയ്യോ, അത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റൂല അവിടുന്ന്. എടുക്കാൻ പറ്റില്ല? നീ പിന്നെ എന്തിനു പോണേ അവിടുത്തെ ഉദ്യോഗസ്ഥയായിട്ട്? അത് അവിടെ വന്നവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. വേഷം കെട്ടരുത്. നീ സാധനം കൊടുക്കരുത്, കളിക്കല്ലേ. ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നീ എന്റെ അടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥ കളിക്കല്ലേ? അതല്ല, അവിടെ വന്നവർക്കാണ് അങ്ങനെ കൊടുക്കാൻ പറ്റൂ. നീ എന്നോട് നിയമം പറയണ്ട. കുറെ കാലമായി ഭാര്യ ബീവറേജിൽ നിന്ന് സാധനം മേടിച്ച് അടിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കരള് പോയെന്ന് അറിഞ്ഞിട്ട് ഞാൻ കുടിച്ച് കഷ്ടപ്പെട്ട് നിന്നെ ഈ നിലക്കാക്കിയിട്ട് ഞാൻ പറയണ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റൂലേ? നീ പഠിക്കാൻ വേണ്ട കോപ്പും വേണ്ട. ഞാൻ അടിച്ചു പൊളിക്കാൻ സാധനം സാധനം തരാൻ നീക്ക്. നീ കൊണ്ടതിന് നിന്നെ കൊണ്ട് ഞാൻ കൊണ്ടെടുത്തിക്കും. നീ പഠിക്കരുത്. എടുത്തോളാ നീ. അല്ലേ നാളെ തൊട്ട് ഇവിടെ പോണ്ട. കള്ളൂക്കാൻ നടക്കണവള് എന്താണ്? ചവിട്ടിയാൻ നടുയാൻ ഒടിക്കൂ. ഇന്ന് നിനക്കൊരു വാണിംഗ് ആണ്. അടുത്ത ദിവസം ഞാൻ പറയണ സാധനം ഇവിടെ സഞ്ചിക്കണക്കിന് കൊണ്ടുവന്നില്ലെങ്കിൽ അത് അടിച്ച് കെട്ടി തൂക്കി കൊന്ന് ഞാൻ തൂക്കി കിടൂ. ഞാൻ എന്തൊക്കെ ഞാൻ പറയണ ദൈവമോ. മനുഷ്യര് സ്വീകരണവും കിട്ടി, എല്ലാം കിട്ടി, അവരുടെ മുമ്പിൽ അഭിമാനം പോയാലുണ്ടല്ല. ഇത് മോങ്ങിക്കോഴി എന്തായാലും പറയുമ്പോ എന്താ നീ നോക്കണ? കേട്ടത്തി ഉറക്കൂല ഞാൻ നാളെ സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ. ഉണ്ടോ പഠിപ്പ്? ഞാൻ കുടിച്ചില്ലായിരുന്നെങ്കി ഇപ്പൊ കാണാറുണ്ട് നിനക്ക്. ഇങ്ങോട്ട് വാരിങ്ങാട് വാരിങ്ങാട്. എന്തൊട്ടാണ് കറി എടുത്ത് വെച്ചതാ? കല്യാണം പൊളിക്കൂ ഞാൻ ഇതൊക്കെ. രാഘവേട്ടനോട് എന്ത് പറയും ദൈവമേ? എടുത്തോ ഗ്രീൻ ലേബിൾ ഫുള്ള് കേട്ടോ. പറയട്ടെ ഏതാണ്ട് ഒരു മിനിറ്റ് ജോലിയൊക്കെ എങ്ങനെയുണ്ട്? പുതിയ എന്ത് അടിപൊളി തന്നെയല്ലേ? അതെ ചേട്ടാ, ഏതാ വേണ്ടേ? ഒരു ബ്ലാക്ക് ഗോൾഡ് എടുത്തോ. ബ്ലാക്ക് ഗോൾഡ് പൈസ എടുക്ക. ആ അത് ഞാൻ കൊടുത്തോളാം. എന്ത് പൈസ ഞാൻ കൊടുത്തോളാം. ഇതാരത്? വീടിന്റെ അടുത്തുള്ള ചേട്ടാ പൈസ എടുക്ക്, ബില്ലടിച്ചിട്ടുണ്ട്. നമ്മളെ അയൽവാസിയാണ്. എന്തായാലും പൈസ സർക്കാർ മുതലത്. ഇത് പൈസ എടുക്കേ. അവളെ ഭർത്താവ് പ്യാരെന്റെ സുഹൃത്താണ്. എന്തൊരു അങ്ങോട്ട് മാറുന്നേ ചേട്ടാ. പലചരക്ക് കട അല്ലേ? കാശുണ്ടാ? 200 രൂപ ഉണ്ടാവോ? അത് മാറി എന്താ വരുമ്പോ ഒരു ഫുള്ള് എടുത്തോ, ഞാൻ തരും. ഓക്കെ അങ്ങോട്ട് മാറിക്കേ ചേട്ടാ. എടുക്കും ചേട്ടാ. മാറി അടുത്ത ആള് സാധനം മേടിക്കട്ടെ. കാര്യം കണ്ട കുഴപ്പമില്ല. ഏതാ MC ആരാ? വരുമ്പോ ബ്ലാക്ക് ഗോൾഡ് ഒന്ന് എടുക്കണം. മാറിക്കേ. എന്ത് കഷ്ടത്? അവളെ സാധനം MC ആരാ കേട്ടോ. അതും കാര്യം കണ്ടോ. അവളെ ആ സാധനം പെട്ടെന്ന് മാറിക്ക്. എന്താ പരിപാടി? എന്തേ ഇതെന്ത് കൈ തരണ്ടേ? സാധനം കിട്ടിയില്ലേ? എടുത്തേ. ഹലോ, ഞങ്ങള് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കാശ് നിങ്ങളുടെ കയ്യിലാണ് തന്നത്. അപ്പൊ സാധനം അത് മര്യാദയ്ക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ തരും നിങ്ങള്. ഇത് നിയമമൊക്കെ നമുക്ക് പിന്നെ പറയാം. അങ്ങോട്ട് മാറി അത് മര്യാദയാണല്ലേ? അത് കയ്യിലല്ല വരേണ്ടത്. അല്ല തോന്നിയ സാർ ഈ പണിക്ക് പറ്റൂലെങ്കിൽ വേറെ വല്ല പണിക്ക് പോകാൻ നോക്കും. ഹലോ, തന്റെ കയ്യിൽ തന്നിട്ടുണ്ടാവുന്നൊക്കെ നീ എല്ലാം ഒരു കാര്യം നമ്മളെല്ലാം ഒരു കുടുംബമാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇന്നലെ വന്നൊരു പെണ്ണിനെ കണ്ടപ്പോ നീ എല്ലാം മാറിയോടാ. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പകരരുത്. തീയായി മാറണം. മോർഫ്യൂസ് ഉണ്ടാ? മോർഫ്യൂസ് ഉണ്ടാ? ഒരു മിനിറ്റ് ചേട്ടാ, 10 മിനിറ്റ് ചേട്ടാ. പന്നികളെ ഉന്തരട്ടോ. കൊറേ നേരമായി ഞാൻ മലയാളത്തിൽ പറഞ്ഞു. ഇവിടെ അടുത്ത മാറ്റി പെണ്ണുങ്ങളാ കാണുമ്പോ ഒരു ഇളക്ക. ബീവറേജിൽ വന്നു കഴിഞ്ഞാല് മാന്യമായിട്ട് സാധനമായി പോണം.
മണ്ടോദരെ എന്താ പ്രശ്നം? എന്തത്? അതെ, നമ്മുടെ വർക്കല്ലേ, ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. ജോലിയല്ലത്. എനിക്കത് പറ്റുമെന്ന് തോന്നുന്നു. അയ്യോ, എന്താ ഈ പറയണ? നല്ലൊരു ജോലി കിട്ടിയിട്ട് ഇങ്ങനൊക്കെ ചിന്തിച്ച എങ്ങനെയത്? നമ്മളെ ഇതൊക്കെ ഇത് നമ്മൾ വേറെ നോക്കണ്ട. നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാ, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക. അല്ല, അത്രയല്ലല്ലോ. ഇത് പൊതുജനം പലവിധല്ലേ. നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ടുള്ള കാര്യം. ഇതിപ്പോ ഈ ജോലി ഏതിന് പോയാലും ഇങ്ങനെയൊക്കെ നല്ല ആൾക്കാര്. പക്ഷെ ഇതൊന്നും എനിക്ക് ശരിയാവും തോന്നുന്നില്ല. എന്താ ഈ പറയണ? വീട്ടിലാണെങ്കിലും പ്രശ്നം തന്നെയാണ്. ഓരോ ദിവസം ചെല്ലുമ്പോ ഓരോ കുപ്പിയാണ് ചോദിക്കണം. അതേ, നമ്മളിപ്പോ ഇതിനൊന്നും തല കൊടുത്തിട്ടൊരു കാര്യമില്ല. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ജോലിയാണ് അന്തസ്സോട് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഭർത്താവായിക്കോട്ടെ, അയൽപക്കക്കാരായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഏതൊരുത്തനാണെങ്കിലും അപമര്യാദയായിട്ട് നമ്മളോട് പെരുമാറുക, അത് നമ്മൾ കട്ടക്ക് നിൽക്കണം. സർക്കാർ അതിനുള്ള പദ്ധതി ഒരുക്കിണ്ട്. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തില് ബീവറേജ് കോർപ്പറേഷനിൽ വർക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും ആയോധന കല പഠിപ്പിക്കുന്നുണ്ട്. ഈ കരാട്ടക്കില്ലേ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലായിട്ടും മെന്റലി നല്ല പവറല്ലേ. ആരിനും നേരിടാം, ഏതൊരുത്തം വന്നാലും നേരിടാനുള്ള ഒരു മനക്കരുത്തും കിട്ടും, ശാരീരികമായിട്ടുള്ള പവറും കിട്ടും. അത് പോരെ? എങ്ങാടാണെന്ന് ഇങ്ങോട്ട് എന്നാ പോകാൻ പറ്റും. എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താണ്? ഞാൻ ഒരു ചായ കുടിക്കട്ടെ, എന്നിട്ട് പറയാം. ചായയും പാലൊക്കെ പിന്നെ കുടിക്കാ. ഞാൻ നിന്റെ ഭർത്താവാണ്, ഈ കുടുംബത്തിന്റെ നാഥനാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ മുന്നോട്ട് കാല് വെച്ച മതി. പറ. നിനക്ക് ഈ ജോലി കിട്ടിയിട്ട് എത്ര ദിവസമായി നിനക്ക് വല്ല നിശ്ചയം ഉണ്ടാ? അത് ചോദിക്കാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കണ. അപ്പൊ ചോദിക്കണേന് മറുപടി പറയടി. എനിക്ക് അറിഞ്ഞൂടാ. അന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. 1 മാസവും 18 ദിവസവും ഇന്നത്തേക്ക്. തുടക്കത്തിലൊക്കെ ഞാൻ അവിടെ വന്ന് നിന്ന് ക്യൂ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നീ ഇന്ന് കൊണ്ടുവരും, നാളെ കൊണ്ടുവരും, മറ്റന്നാൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാത്ത്. മനുഷ്യനാണല്ല, ക്ഷമിക്കണമല്ല. എന്റെ മാനോ അഭിമാനത്തിനും എനിക്ക് വിലയുണ്ട്. എനിക്കും പുറത്തോട്ട് ഇറങ്ങി നടക്കണം. എത്ര കാശ് പിരിവിട്ടാണ് ആ പാവങ്ങൾ എനിക്ക് സ്വീകരണം തന്നത്. ഞാൻ അവർക്ക് കൊടുത്ത വാക്കിനൊരു വിലയില്ലേ? നിന്നോട് പട്ടി പറയണ പോലെ ഞാൻ പറഞ്ഞില്ലേടേ, ആ രാഘവേട്ടനും സത്യേട്ടനും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കണോന്ന്. ഞാൻ അതിന് വേണ്ടിട്ടല്ല. നീ വേലയെടുത്ത പൈസക്ക് മേടിക്കണ്ട, നിനക്ക് പൈസ ഞാൻ തരും. പക്ഷെ നീ അവിടെ കസേര മേടിക്കുമ്പോ എനിക്ക് വന്ന ക്യൂ നിന്ന് വാങ്ങാൻ പറ്റുമോ? അതിനിപ്പോ എന്താ എല്ലാരും ക്യൂ നീ കൊണ്ടെന്ന് തന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായി. നിന്നെ ആ പോസ്റ്റിലോട്ട് എത്തിക്കുമ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായി. നീ എന്താ എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തത്? എന്താണ് നിങ്ങൾക്ക്? ഞാൻ കുടിച്ച് വെളിവില്ലാതെ വന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് കിടന്നിട്ടുണ്ടാടി? നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാ? ഇല്ലില്ല, ഒട്ടുമില്ല. ഉദ്യോഗസ്ഥ നടക്കണ്. എനിക്കിപ്പൊ അതൊന്നും കൊണ്ടുവരാൻ പറ്റൂല. നീ ഇങ്ങാട് പറയണ്ട. നീ നിന്റെ കെട്ടിയനായ എനിക്കൊരു തുള്ളി കൊണ്ടുവന്ന് തരാൻ നിനക്ക് പോക്കണം കേടാണെങ്കിൽ നീ പഞ്ചായത്തിൽ ഒരാൾക്കും കള്ളു വിളമ്പണ്ട. നീ ഇന്നോട്ട് ഈ പണി ഇവിടെ നിർത്തിക്കോ മണ്ടു. വെറുതെ അനാവശ്യം പറയരുത്. മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നാളെ നീ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങിയ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഒരു ജോലിക്കാരി നടക്കണ്, എന്നോട് തർക്കുത്തരം പറയണ. എന്റെ കൊരണവള്ളിയാണ് ഇന്ന്